ജേക്കബ് ജോർജ് സാർ, ശശി തരൂർ നിലപാടിൽ ഉറച്ചു തന്നെ മുന്നോട്ട് പോകുന്നു. അതേസമയം കോൺഗ്രസ് എന്ന പാർട്ടി ശശി തരൂരിന്റെ ലേഖനത്തെ തള്ളി രംഗത്ത് വരുന്നു. ഇങ്ങനെയല്ല പാർട്ടിയുടെ നിലപാടെന്ന് പറയുന്നു. അതേസമയം ഈ വിഷയത്തിൽ ശശി തരൂരിന്റെ നിലപാടിനെ സ്വാഗതം ചെയ്തുകൊണ്ട് സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പ്രമുഖ നേതാക്കന്മാരുമൊക്കെ രംഗത്ത് വരുന്നു. വാദപ്രതിവാദങ്ങൾ ഒരു വശത്തെ വിഷയത്തിൽ നടക്കുമ്പോൾ വളരെ ഗൌരവമുള്ള ഒരു വിഷയത്തിലേക്ക് തന്നെ വീണ്ടും കേരളം എത്തിയിരിക്കുകയാണ്. കേരളം വ്യവസായ സൌഹൃദ അന്തരീക്ഷമുള്ള ഒരു നാടല്ലേ എന്നുള്ളത്. അവിടെ സംരംഭക മുന്നേറ്റത്തിലും സുസ്ഥിര വളർച്ചയിലും കേരളം മുന്നോട്ട് പോയെന്നുള്ള കണക്കുകൾ നിരത്തിക്കൊണ്ട് ഇവിടെ ഇപ്പോൾ ശശി തരൂർ തന്നെ സൂചിപ്പിച്ചതുപോലെ അന്താരാഷ്ട്ര റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇങ്ങനൊരു ലേഖനം എഴുതുമ്പോൾ എന്താണ്, എവിടെയാണ് തിരുത്തേണ്ടത്, ആർക്കാണ് തെറ്റുപറ്റിയത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കൂടി മാധ്യമങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ എന്താണ് സർ തിരുത്തേണ്ടത്? ആരാണ്? ശശി തരൂരാണോ, പാർട്ടിയാണോ, സർക്കാരിനാണോ കുഴപ്പം? ഏതായാലും തുറന്ന ചർച്ചകളാണ്. എന്റെ അഭിപ്രായത്തില് ശശി തരൂർ വളരെ അധികം കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അപഗ്രഥിച്ച് എഴുതുന്ന അല്ലെ പ്രസംഗിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് അങ്ങനെ തെറ്റുപറ്റാൻ സാധ്യതയില്ല. ഈ കണക്കുകളൊക്കെ വെച്ചിട്ടാണ് ഇന്ന ഡോക്യുമെന്റ്സ് കോട്ട് ചെയ്ത് അല്ലെ ഇന്ന സ്ഥാപനത്തെ കോട്ട് ചെയ്ത് ഒക്കെയാണ് അദ്ദേഹം ആ ലേഖനം, ഇന്ത്യൻ എക്സ്പ്രസിലെ ലേഖനത്തിൽ പറയുന്നത്. ഇപ്പോൾ നമ്മൾ കേട്ട വാക്കുകളും അതേമാതിരി തന്നെ. പക്ഷെ പ്രശ്നം ശശി തരൂര് കേരളത്തിലെ എന്നല്ല ഇന്ത്യൻ രാഷ്ട്രീയക്കാരെക്കാളൊക്കെ, ഇന്ത്യയിലെ പൊതു രാഷ്ട്രീയക്കാരെക്കാട്ടിലൊക്കെ ഇത്തിരി ഉയരത്തിലാണ്. കാരണം അദ്ദേഹം ഒരു അന്തർദേശീയ പശ്ചാത്തലമുള്ളയാളാണ്, വൈജ്ഞാനികമായി വളരെ ഔന്നത്യമുള്ളയാളാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് സാധാരണ കേരളത്തിലെ സാധാരണ രാഷ്ട്രീയക്കാർ അവരുടെ ചിന്തകളുമായിട്ടൊക്കെ വ്യത്യാസമുണ്ട് അദ്ദേഹത്തിന്. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഇവിടെ അടിസ്ഥാനപരമായ പ്രശ്നം ശശി തരൂർ പറഞ്ഞത് ഗവൺമെന്റിനെ അനുകൂലിച്ചല്ലേ എന്നാണ് കോൺഗ്രസുകാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ സിപിഎം ലക്ഷ്മി മോഹൻ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രി അതിനെ പിന്തുണയ്ക്കുന്നു, പാർട്ടി സെക്രട്ടറി പിന്തുണയ്ക്കുന്നു, പാർട്ടി നേതാക്കൾ പിന്തുണയ്ക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമാണ്. അദ്ദേഹത്തിന്റെ പ്രസ്താവന, പ്രത്യേകിച്ച് ഒരു വർഷത്തിനപ്പുറം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു, അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്തിൽ രാഷ്ട്രീയമായിട്ട് ഇടതുപക്ഷത്തെ, പ്രത്യേകിച്ച് സിപിഎമ്മിനെ, സിപിഎമ്മിന്റെ മന്ത്രി പി രാജീവിനെയൊക്കെ സഹായിക്കുന്ന തരത്തിലുള്ളതാണ് റിപ്പോർട്ട്. പക്ഷെ അത് കോൺഗ്രസിന് സഹിക്കാൻ പറ്റുന്നില്ല. എന്റെ അഭിപ്രായം, കേരളത്തിലെ ഒരു വശം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും രാഷ്ട്രീയക്കാരനാണ് ശശി തരൂർ. അദ്ദേഹം പൊളിറ്റിക്കൽ ആയിരിക്കണം. കേരളത്തിലെ രാഷ്ട്രീയ ചേരിതിരിവനുസരിച്ച് പൊളിറ്റിക്കൽ എന്ന് വെച്ചാൽ മറ്റേ രാഷ്ട്രീയ പാർട്ടി ചെയ്യുന്നതെല്ലാം തെറ്റ്. മറ്റേ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്ന ഒരു കാര്യത്തിനകത്തും ശരിയില്ല, എല്ലാം തെറ്റ്. നമ്മുടെ പാർട്ടി ചെയ്യുന്നത്, നമ്മുടെ വീഴ്ച പറ്റിയാലും നമ്മുടെ കാര്യമാണ് ശരി, നമ്മൾ പറയുന്നതാണ് ശരി, നമ്മുടെ പാർട്ടി ചെയ്യുന്നതാണ് ശരി. നമ്മുടെ പാർട്ടി ഗവൺമെന്റിലാണെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് ചെയ്യുന്നതാണല്ലോ ശരി. പക്ഷെ ഇവിടെ ഇടതുപക്ഷ സർക്കാർ ചെയ്ത ചില കാര്യങ്ങൾ നല്ലതാണ് എന്ന് പറയുമ്പോൾ, വ്യവസായ രംഗത്ത് വളർച്ചയുണ്ടായി എന്ന് ശശി തരൂർ പറയുമ്പോൾ, അതിനകത്ത് സത്യാവസ്ഥയുണ്ടെന്ന് നമ്മളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർ നിരീക്ഷിക്കുമ്പോൾ, അതിന്റെ അപ്പുറത്തേക്ക് കടക്കുകയാണ് കേരള രാഷ്ട്രീയം. കോൺഗ്രസ് ഒരു ഭാഗത്ത് ചേരി തിരിഞ്ഞു നിൽക്കുന്നു. ഇവിടെ രണ്ട് ചേരികളാണ് കേരളത്തിലുള്ളത്. ഒരു വശത്ത് കോൺഗ്രസ്, ഒരു വശത്ത് സിപിഎം നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഐക്യജനാധിപത്യ മുന്നണി. ഈ മുന്നണികൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ ശക്തമായിരിക്കെ, രണ്ട് പോളറൈസേഷൻ വളരെ ശക്തമായിരിക്കെ, ശശി തരൂരിനെ പോലൊരു കോൺഗ്രസ് നേതാവ് പറയുന്നതിൽ കോൺഗ്രസ് തെറ്റ് കാണും. അത് പക്ഷേ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം ശശി തരൂരിന് പിടിയില്ല എന്നുള്ളതാണ് വസ്തുത. അത് ശശി തരൂരിന്റെ തെറ്റല്ല എന്ന് തന്നെയാണ് ഞാൻ വാദിക്കുന്നത്.